ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി അല്ലേ? അതെ, എന്തെങ്കിലും നോക്കിയിരിക്കുക, പിന്നെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കും. അതാണല്ലേ. അവൻ ധാന്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. ചെറുപയർ, വൻപയർ അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പോൾ കഴിക്കാണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ വയറ്റിൽ എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ വറുത്ത് പൊടിച്ചിട്ട് അത് കുറുക്കാക്കി കൊടുക്കുമ്പോൾ അവൻ അതങ്ങോട്ട് കഴിച്ചോളാം. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് വയറ്റിൽ എത്തിക്കോട്ടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അവനിക്കാണെങ്കിൽ അത് ഇഷ്ടമാണ്. ഇത്തിരി പഞ്ചസാരൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടിട്ട് അങ്ങോട്ട് കുറുക്കി കൊടുത്ത് കാരണം അത് കുടിക്കുന്നത് ഇല്ല. ഇതൊക്കെ വേവിച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ട് കൊടുത്ത് അത് ഛർദ്ദിക്കും. അത് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവൻ നന്നായി കഴിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ. ആളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ പോട്ടെ. അപ്പം നമ്മുടെ ആശാൻ്റെ കൂളൊക്കെ റെഡിയായി. ഇനി കൂളൊക്കെ അങ്ങോട്ട് ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ തിരി ചൂടാണെങ്കിൽ പിന്നെ അള്ളോ ചൂടാണ് എൻ്റെ വായ പൊള്ളി എന്നൊക്കെ പറയുക. അപ്പോൾ നന്നായി ചൂടൊക്കെ ആറിയതിന് ശേഷം കൊടുത്താൽ അങ്ങോട്ട് കുടിച്ചോളൂ കേട്ടോ. പിന്നെ കൂളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കുമ്പോഴത്തേന് വാപ്പാക്ക് ഇപ്പാക്ക് അതൊക്കെ എൻ്റെ ഉപ്പാക്ക് സങ്കടം വന്നു. കുട്ടീനെ ഇങ്ങനെ ഇരുത്തി വന്നാണ് രാവിലെ തന്നെ ഇരുത്തണ്ട, കുട്ടിക്ക് മടുപ്പാകും പഠിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ വിചാരിച്ചത്, കുറച്ച് നേരം ഇന്നപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നോമ്പ് തുറക്കലും ആ കായ് ഒരു 8:30 ആവും പഠിക്കുക. അങ്ങനെ സമയമാവും. അപ്പോൾ അത്രയും നേരം പഠിക്കാതിരിക്കണ്ട, പരീക്ഷ അല്ലേ പറഞ്ഞിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ അത് പറ്റിയില്ല. പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി ആളുടെ പച്ചക്കറി തോട്ടം നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ അന്ന് വീട്ടിൽ ചെണ്ടുമല്ലി വിത്ത് അങ്ങനെ പൂക്കളുടെ വിത്തൊക്കെ അതൊന്നും മുളച്ചില്ല കേട്ടോ. ഓ അതൊന്നും പറയണ്ട, ഞാൻ വിട്ട വിത്തൊന്നും മുളച്ചില്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വിത്ത് ഒന്ന് മുളച്ചിട്ടുണ്ട്, തക്കാളി വിത്ത് അതൊന്ന് പോയി കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന കേട്ടോ. പിന്നെ നമ്മുടെ മുളക് വിത്തും ഒക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് എന്താണ് നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ കുറുമ്പി ഒരേ ഡാൻസ് കേട്ടോ. ഇതിപ്പോൾ ആളെ കണ്ടിട്ട് മുമ്പിൽ നിന്ന് എടുത്താണെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മ വൈകുന്നേരത്തേക്കുള്ള ബീഫൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മുളകും മഞ്ഞൾപ്പൊടി പിന്നെ സവാള ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആശാനെ ഒന്ന് കുളിപ്പിക്കട്ടെ. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേച്ചെടുത്താൽ കുറച്ച് നേരം നിർത്താം കേട്ടോ. ആഴ്ചയിൽ ഒരു എണ്ണ തേച്ച് കുളിയൊക്കെ ഉണ്ട് ആൾക്ക്. അതായത് അവനിക്കിങ്ങനെ താരൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ കുറച്ചൊരു എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിപ്പിച്ചാൽ ഇപ്പോൾ ആ ഒരു ശല്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ താരനൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു പ്രശ്നം കാണിക്കണ്ട. ആളുടെ ഭാഗം നോക്ക്, ഞാനും തലയിൽ മസാജ് ചെയ്ത് നോക്കുമ്പോൾ ആളും അതിനനുസരിച്ച് തലയൊക്കെ ആക്കുക കേട്ടോ. പിന്നെ അവർക്ക് ഭയങ്കര ഇക്കിളി കേട്ടോ. എവിടെ തൊട്ടാലും ഇക്കിളിയാണ്. എവിടെ തൊട്ടാലും അയ്യോ അപ്പം അവിടെ തൊടല്ലേ ഇവിടെ തൊടല്ലേ കേട്ടോ, ഒരേ ഇതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തല തുടക്കാൻ തീരെ സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് ഇക്കാൻ്റെ ഒന്ന് ചീത്ത കേൾക്കണത് ഇതിനാട്ടോ. ശരിക്ക് തല തുടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ശരിക്കും തുടക്കാനെങ്കില്ല പിന്നെയും വലിച്ച പൊടിച്ചൊക്കെ തുടക്കുകയൊക്കെ ചെയ്യും. പിന്നെ സുന്ദരി ആയല്ലോ എണ്ണ തേച്ച് കുളിച്ചിട്ട് നോക്ക് എന്നൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത കേട്ടോ. അപ്പോൾ ആൾക്ക് ആകെ ഭയങ്കര നാണക്കേട് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണി ഒരു 3-3:30 ആയപ്പോൾ നമുക്ക് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ട് നോമ്പ് തുറക്കുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന അത്താഴത്തിനുള്ള രസം കേട്ടോ, കിള്ളിപ്പുളിച്ചാറ് പറയും. അപ്പോൾ അതുണ്ടാക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വേറെ വയ്ക്കാം, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വയ്ക്കാം, പിന്നെ പച്ചമുളക് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിടുമല്ലോ, അതിൽ 2 തക്കാളിനെയും കൂടി ഒന്ന് അതിനോടൊപ്പം തന്നെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അതൊക്കെ നന്നായി പിഴിഞ്ഞ് ഒന്ന് അരിച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയോ ഈ കിളിപ്പൊളിച്ചാറ് ഒന്നുമില്ല, നമ്മൾ രസം വെക്കണതുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചിട്ടാണല്ലോ വെക്കുക. ഇത് നേരെ ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് എളുപ്പപ്പണി അതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ അങ്ങോട്ട് അരിച്ച് മാറ്റിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി അവിടെ വെച്ചിരിക്കണം. ഇനി അതൊന്ന് ചൂടാകാൻ വെച്ചിരിക്കണം. അത് ചൂടൊക്കെ ആയ ശേഷം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച്, ഞങ്ങളിവിടെ എണ്ണ ഉപയോഗിക്കുക. നിങ്ങൾ എന്തെണ്ണ ഉപയോഗിക്കുക? ചിലവർ ഓയിൽ അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ.
അപ്പോൾ പിന്നെ കടുകും ഉലുവയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. അപ്പോൾ ചടപടയൊക്കെ പൊട്ടണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതിനെ ഒന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇതിലേക്ക് പൊട്ടിയിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ആ പച്ചമുളകിൻ്റെ ഇതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് പോകുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് നമ്മുടെ കയ്യിലൊക്കെ തെറിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പോയിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ഒതുങ്ങി വരുമല്ലോ പച്ചമുളക് ഒന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടാം. ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കേട്ടോ. അപ്പോൾ അത് നന്നായി മൂക്കുന്നവരെ ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. അപ്പോൾ നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. കുറച്ച് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു സ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടിൻ്റെ. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമുക്ക് ആ അരിച്ച് മാറ്റി വെച്ച പുളിവെള്ളവും തക്കാളിയും പിഴിഞ്ഞതുണ്ടല്ലോ ആ കൂടെ ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡിയാകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് കായപ്പൊടി എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഇടാം. ഒരു ടീസ്പൂൺ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് മൂടി വെച്ചിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. അപ്പോൾ ഞാൻ മെല്ലെ ഹാളിക്കൊന്ന് പോയിട്ടോ പാവട്ടോ ആശാനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാൻ വെച്ചിട്ട് അപ്പോൾ മുന്തിരി കൊണ്ടുവന്ന് തന്നതാട്ടോ. അപ്പോൾ ഇത് കൊടുത്തോ വീഡിയോയിൽ നോക്കോട്ടെ എന്നെ കളിയാക്കുക കേട്ടോ. പിന്നെ ആ മുന്തിരിയിലേക്ക് ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഴുകട്ടെ വിട്ട് നന്നായി ആക്കി അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച്, അതായത് മുന്തിരിനേക്കാൾ കുറച്ച് മേലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം ചപ്പാത്തിയാണല്ലോ, അപ്പോൾ അതൊക്കെ കുഴച്ച് പരത്തി റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറുമ്പ് വരുന്നുണ്ട്, വെള്ളം ചോദിക്കുന്നുണ്ട്, ആഹിയാൻ വരുന്നുണ്ട്, വെള്ളം ചോദിക്കുന്നുണ്ട്, ഓരോന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടയിൽ നമ്മുടെ അല്ലൂസും വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഇന്ന് നാഷ്ട എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി പിന്നെ വട്ടങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയും അപ്പോൾ ഒട്ടാനെ പോയിക്കണം. പക്ഷേ പിന്നെ സൈക്കിളൊക്കെ ഓട്ടാൻ വേണ്ടി പോയിക്കണ്ട. പിന്നെ നമ്മൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് പരത്തി ഒന്ന് ഇങ്ങനെ ഞാൻ പരത്താൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ സനൂജി ചട്ടിയൊക്കെ വെച്ചിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട്. അപ്പത്തിന് നമ്മുടെ മുന്തിരി അവിടെ തിളച്ച് റെഡിയാകണം. അപ്പോൾ സനു ചോദിച്ചു ഇത്ര മതി താത്ത നിർത്തട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്ന് പോയി നോക്കിയപ്പോൾ വെന്തൊക്കെ സെറ്റായിട്ട് അങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തി വെച്ചു. എന്നിട്ട് എന്തോ അതിൻ്റെ പാത്രം ഉണ്ടല്ലോ അങ്ങോട്ട് മൂടി വെച്ച് പിന്നെ സനു ചപ്പത്തിന് അവിടെ ചപ്പാത്തിയൊക്കെ ചുടുന്ന തിരക്കിലാട്ടോ. അപ്പോൾ അങ്ങനെ ചുടണോ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ അമ്മ ഇപ്പോൾ ഞാൻ ഈ മുന്തിരി ജ്യൂസിൻ്റെ അപ്പം തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ അവളൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റണം. ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം അടി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ അരിയൊക്കെ വാര വയ്ക്കില്ലേ അതിൽ തന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മുടെ ഈ കുരുവൊക്കെ വേറെ വരുന്നുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് വരുമ്പോൾ അതൊക്കെ ഒന്ന് ചതഞ്ഞ് പൊടിഞ്ഞ് വരുമല്ലോ, അതാവണ്ട ആവശ്യം. അപ്പത്തിന് ഉമ്മ ഇവിടെ നമ്മുടെ ബീഫ് രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ബീഫ് ആക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഫസ്റ്റ് എണ്ണ ഒഴിച്ചെടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് എണ്ണയിലിട്ടിക്കണം. പിന്നെ സവാളയും കറിവേപ്പിലയും ഇട്ടിട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വഴന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് 6 ടീസ്പൂണ് നമ്മുടെ ബീഫ് ഉലർത്തൽ പൊടി അതിട്ടിക്കണം. അപ്പോൾ 6 ടീസ്പൂണ് ബീഫ് ഉലർത്തൽ പൊടിയിട്ട് പിന്നെ കാശ്മീർ ചില്ലിയാണ് കേട്ടോ ഇനി വേണ്ടത്. അതായത് നേരത്തെ മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 സവാള അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങ ജ്യൂസ്, അതായത് അത് ഒഴിച്ചിക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് തിരുമ്പി അത്
കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ രാവിലെ. അപ്പോൾ നമ്മുടെ ഈ കാശ്മീർ ചില്ലിയൊക്കെ ഇട്ട് ഒരു 3 ടീസ്പൂണ് കാശ്മീർ ചില്ലി ഇട്ടിക്കണം. അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇതിൻ്റെയും മുളകിൻ്റെയും കാശ്മീർ ചില്ലിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വഴന്നൊക്കെ ആവട്ടെ പറഞ്ഞിട്ട് വെച്ച് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ആക്കിട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു 2-3 പച്ചമുളകൊക്കെ അരിഞ്ഞത് അതും കൂടി അതിലിട്ടിട്ടാ. അതിലിട്ട് നന്നായി കുറച്ച് നേരം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റട്ടെ വേണ്ടിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ അതിനപ്പുറത്ത് നമ്മുടെ ചോറ് അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ വിട്ടു. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇറക്കി വെക്കും കേട്ടോ നമ്മൾ. അപ്പത്തിന് നമ്മ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിക്കണം. പിന്നെ നമ്മുടെ നോമ്പൊക്കെ തുറന്നതിനു അപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ജ്യൂസിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിയുക, ഐസ് കട്ട ഇടാം, കുറച്ച് വെള്ളം ഒഴിക്കുക, അപ്പോൾ റെഡി ആവും കേട്ടോ. നന്നായിട്ടുള്ള മുന്തിരി ജ്യൂസ്. അപ്പോൾ ഇനി കാണും വരക്കും ടാറ്റാ.